അവധിക്കാലത്ത് പുതിയൊരു തട്ടിപ്പ് കേരളത്തിൽ സജീവമാകുന്നുണ്ട്. പട്ടണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ വല വീശിയിരിക്കുന്നത്. നമസ്കാരം, 91 ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാലയങ്ങളിൽ അവധിക്കാലമാണ്. മനസ്സും ശരീരവും സ്വതന്ത്രമാക്കി നമ്മുടെ മക്കൾ ശുദ്ധവായു ശ്വസിച്ച് കുറച്ച് ദിവസങ്ങൾ തിമിർക്കട്ടെ. അവധിക്കാലത്ത് പുതിയൊരു തട്ടിപ്പ് കേരളത്തിൽ സജീവമാകുന്നുണ്ട്. വിവിധ പരിശീലന വാഗ്ദാനങ്ങളുമായാണ് ഇവർ എത്തുന്നത്. നീന്തൽ, റോളർ സ്കേറ്റിംഗ്, ബോക്സിംഗ്, കരാട്ടെ, വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, വ്യക്തിത്വ വികസനം, സിനിമ, നാടക വർക്ക്ഷോപ്പുകൾ, ചിത്രരചന, ചെസ് തുടങ്ങി നമ്മുടെ കുട്ടികളെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ദേശീയ ചാമ്പ്യന്മാരാക്കിയും ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയും തിരികെ നൽകുന്ന വമ്പൻ പാക്കേജുകൾ. ഇതിൽ വിശ്വസ്തമായതും റിസൾട്ട് കിട്ടുന്നതുമായ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഈ പരിശീലന പാക്കേജിന്റെ ഫീസ് തുടങ്ങുന്നത് തന്നെ 3000 രൂപ മുതലാണ്. 3000-ൽ തുടങ്ങി 50,000 വരെ എത്തി നിൽക്കുന്നു. പലയിടങ്ങളിലും കലാകായിക രംഗത്ത് അറിയപ്പെടുന്നവരുടെ തലയൊക്കെ ബ്രോഷറിൽ വെച്ചാണ് പരസ്യങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷകർത്താക്കൾ വീണുപോകുന്ന വമ്പൻ പരസ്യ വാചകങ്ങളും ഒപ്പം എത്തും. കലയായാലും കായികമായാലും ആ മേഖലയിൽ ഉന്നതിയിൽ എത്തണമെങ്കിൽ കുട്ടിക്ക് ആദ്യം വേണ്ടത് ഹൃദയപൂർവ്വമുള്ള താല്പര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഏതു മേഖലയിലാണ് ഇഷ്ടമെന്ന് നമ്മൾ രക്ഷകർത്താക്കൾ ആദ്യം മനസ്സിലാക്കണം. വെക്കേഷൻ ക്ലാസുകൾ നടത്തുന്നവരുടെ ക്വാളിഫിക്കേഷൻ, സ്ഥാപനത്തിൽ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകുന്നത് ആരാണ്, അവർ ആ മേഖലയിൽ എത്രത്തോളം വൈദഗ്ധ്യം ഉള്ളവരാണ് എന്ന് നമ്മൾ അറിയണം. ടാർപ്പയിൽ കെട്ടി നിർത്തിയ വെള്ളത്തിൽ എങ്ങനെ നീന്തൽ പഠിക്കും? ഒരു ചെറു ഗ്രൗണ്ട് പോലുമില്ലാതെ എങ്ങനെ ഫുട്ബോൾ, ക്രിക്കറ്റ് പരിശീലിക്കും? ഒരു സിനിമ കാട്ടിക്കൊടുക്കാൻ 14 ഇഞ്ച് TV പോലുമില്ലാതെ എങ്ങനെ സിനിമ വർക്ക്ഷോപ്പുകൾ സജ്ജീകരിക്കും? ഇതൊക്കെയും നന്നായി മാതാപിതാക്കൾ അന്വേഷിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം അവരെ ഇത്തരം ക്ലാസുകളിൽ അയക്കണം. ഈ അവധിക്കാലം നമ്മുടെ മക്കൾ മൊബൈൽ അടിമകളായി മാറാതെ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ. ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവധിക്കാലത്ത് ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ ഭവനങ്ങളിലുമൊക്കെ നമ്മുടെ മക്കൾ പോവുകയും ചിലപ്പോഴൊക്കെ 2-3 ദിവസങ്ങൾ അവിടെ തങ്ങുകയും ചെയ്യാറുണ്ട്. ഈ സമയത്ത് പരിചയമില്ലാത്ത ഇടങ്ങളിൽ പോകാതിരിക്കാനും കുളങ്ങൾ, കായൽ, ആറ് എന്നിവിടങ്ങളിൽ അറിയാതെയോ മുതിർന്നവർ ഒപ്പമില്ലാതെയോ ഇറങ്ങാതിരിക്കുവാനും ശ്രദ്ധിക്കണം എന്ന കാര്യം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ മക്കളോടൊപ്പം കൂട്ടുകൂടാവുന്ന ഊഷ്മള ദിനങ്ങൾ കൂടിയാണ് ഈ അവധിക്കാലം. അവരോടൊപ്പം സമയം കണ്ടെത്തി കളിക്കാനും ചെറിയ യാത്രകൾ ചെയ്യാനും പുറത്തുപോയി ആഹാരം കഴിക്കാനും നല്ല സിനിമകൾ കാണാനും ഒക്കെയുള്ള സൗഹൃദ ദിനങ്ങൾ കൂടിയാകണം ഈ മധുര മനോഹര അവധിക്കാലം.